നമസ്കാരം. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലി റിലീസിനെത്തുമ്പോഴേക്കും ഇതൊരു LCU അല്ലെങ്കിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ഒരു ചിത്രമാണോ എന്നൊരു ചോദ്യമുണ്ട്. ലോകേഷ് പലപ്പോഴായി തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഇത് LCUവിന്റെ ഭാഗമല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ, ഈ സിനിമ LCUവിന്റെ ഭാഗമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന, ഉറപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അത് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഓഗസ്റ്റ് 14 കൂലി റിലീസിനെത്തുന്നത്. അതേ ദിവസം തന്നെയാണ് നോർത്തിൽ നിന്ന് ഋത്തിക് റോഷൻ നായകനാകുന്ന ജൂനിയർ NTRും കൂടി പ്രധാന വേഷത്തിലെത്തുന്ന വാർ 2 റിലീസിനെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ക്ലാഷ്, അതായത് ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു ക്ലാഷ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ കണ്ടിട്ടില്ല, കാണാനും പോകുന്നില്ല. അങ്ങനെ ഒരു വലിയ ക്ലാഷാണ് ഓഗസ്റ്റ് 14 ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം പ്രത്യേകിച്ച് കൂലിയിൽ ആമിർ എത്തുന്നു, മറുഭാഗത്ത് വാറിൽ ഋത്തിക് റോഷൻ എത്തുന്നു. നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് ഈ മേഖലയിൽ കൈകടത്താൻ പോകുന്നത്? ഒരു വലിയ പ്രസക്തമായ ചോദ്യമായിരിക്കും. അത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? കാരണം ഈ കോവിഡൊക്കെ വന്ന്, പാൻഡമിക് ഒക്കെ വന്ന്, OTT ഒക്കെ വൈഡ്ലി മാറിയതിന് ശേഷം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യൻ മൂവീസ് വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രജനി ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പ്. ഏകദേശം രജനി ഓഗസ്റ്റ് 10 ആകുമ്പോഴേക്കും 50 വർഷം രജനി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുകയും കൂടിയാണ്. അതുകൊണ്ട് രജനിയുടെ കരിയറിൽ തന്നെ ഇതൊരു മൈൽ സ്റ്റോൺ വർഷമാണ്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു 1000 കോടി എന്നൊരു സ്വപ്നം രജനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യവും നിലവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ക്ലാഷ് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കൂലി എന്നൊരു ചിത്രം മാത്രമായിട്ട് എടുത്താൽ പോലും ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയാണ്, LCUവിൻ്റെ ഭാഗത്ത് വരുന്നതേ ഇല്ല എന്നുള്ളതാണ് ലോകേഷ് പറഞ്ഞത്. പക്ഷേ ലോകേഷ് ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂകളിൽ പോലും നമുക്കറിയാം, ലിയോ എന്ന സിനിമയും ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയാണ്, ഇത് LCUവിൻ്റെ ഭാഗത്ത് വരുന്നതല്ല എന്നുള്ളത് തന്നെ ലോകേഷ് ഇതിന് മുന്നത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നു. അവസാനം ലിയോയിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അത് LCUവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ സിനിമ അവസാനിക്കുകയും ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പറയാം, ലിയോയുമായിട്ട് ലോകേഷിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം വിജയ് സിനിമയിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമയിൽ നിന്നും മാറി രാഷ്ട്രീയത്തിലേക്ക് മാത്രം പോകുന്ന വിജയ് എന്തായാലും ഇനി തിരികെ സിനിമകളിലേക്ക് വന്നിട്ട് ഈ LCUവിൻ്റെ ഭാഗമാകാൻ പോകുന്നില്ല. അവിടെയാണ് കൂലിയുടെ പ്രസക്തി വരുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആദ്യം ഈ സ്ക്രിപ്റ്റ് ലോകേഷ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കൂലി ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയാണ്, തർക്കിക്കുന്നില്ല, യാതൊരുവിധ തർക്കവുമില്ല ആ കാര്യത്തിൽ. കാരണം അങ്ങനെയാണ് ആ സിനിമ ഡിസൈൻ ചെയ്തത്. രജനിക്ക് ഈ ഒരു യൂണിവേഴ്സിലേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. അവിടെ നിന്നുകൊണ്ടാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കപ്പെടുന്നത്. അവിടെ നിന്നുകൊണ്ട് ലോകേഷിൻ്റെ പ്ലാനുകളെല്ലാം തെറ്റുകയാണ്. കാരണം ലിയോ എന്ന സിനിമ അങ്ങനൊരു പ്ലാനിലേക്ക് ഡിസൈൻ ചെയ്ത് വരാൻ കാരണം ഏറ്റവും ഒടുവിൽ റിലീസാവുന്ന വിക്രം 2 എന്ന ഈ യൂണിവേഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമയിൽ വിജയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സിനിമ പോലും, ലിയോ എന്ന സിനിമ പോലും അങ്ങനെ ഒരു LCUവിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ വിജയ് ഈ രാഷ്ട്രീയ പ്രഖ്യാപനം എടുത്തുകയും പിന്നീട് അഭിനയിക്കില്ല എന്ന തീരുമാനം കൂടി എടുത്തതോടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് കൊണ്ട് സിനിമാ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കാര്യവുമില്ല. പക്ഷേ വിജയ് പൂർണ്ണമായും താൻ രാഷ്ട്രീയക്കാരനായി മാറുകയാണെന്ന തീരുമാനമെടുത്തതോടുകൂടി ലോകേഷ് വിട്ടിലാവുകയാണ്, ഈ യൂണിവേഴ്സ് വിട്ടിലാവുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം, പെട്ടെന്ന് ഒരു സമയത്ത് വിജയ് പോകുന്നെങ്കിൽ പോകട്ടെ, യൂണിവേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം, ഓരോ സിനിമകളും എടുത്തിരിക്കുന്നത് ഓരോ നിർമ്മാതാക്കളാണ്. ഇവരിൽ നിന്നുമൊക്കെ NOC വാങ്ങുക, അതിനുശേഷമുള്ള റൈറ്റ്സ് വാങ്ങുക, ഇതൊരു വലിയ മെനക്കെട്ട ചടങ്ങും കൂടിയാണ്. ആ ചടങ്ങിൽ നിന്ന് ഒരു പ്രധാന നായകൻ, ഈ LCUവിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പില്ലർ മാറുമ്പോഴേക്കും ആ സിനിമയുടെ കഥാപാത്രങ്ങൾ, ഈ യൂണിവേഴ്സിലേക്ക് കൂട്ടിച്ചേരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ തകിടം മറിയുകയാണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോകേഷിന് ഈ യൂണിവേഴ്സ് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് കൂലി എന്തുകൊണ്ട് LCUവിലേക്ക് വന്നുകൂടാ, എന്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചോദ്യം. കാരണം കൂലി എന്ന സിനിമ, ഇന്ത്യൻ സിനിമ അടുത്ത കാലത്തായി ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് കണ്ടിട്ടില്ല. കാരണം ഉപേന്ദ്ര, കന്നഡയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ ഈ സിനിമയിലേക്ക് വരികയാണ്. തെലുങ്കിൽ നിന്ന് നാഗാർജുന, 40 വർഷത്തെ സിനിമ അഭിനയ ജീവിതത്തിൽ നിന്ന് നായകനായി നിൽക്കുന്ന നാഗാർജുന ആദ്യമായി വില്ലനായി എത്തുന്ന സിനിമയും കൂടിയാണ് കൂലി. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് സൗബിൻ എത്തുന്നുണ്ട്. അതൊരു വലിയ ചർച്ചാ വിഷയം നിലവിൽ തന്നെ ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനത്തിന് ശേഷം. ആമിർ ഖാൻ ആവട്ടെ, ഹിന്ദി ബെൽറ്റിൽ ഇപ്പോൾ സിതാര സമീൻ പറഞ്ഞ സിനിമയും കൂടി വന്നതിന് ശേഷം 2025 തൻ്റെ ബോക്സ് ഓഫീസ് പവർ എങ്ങും പോയിട്ടില്ല എന്ന് വീണ്ടും കാണിക്കുന്ന ആമിർ ഖാൻ ഇവിടെ തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് എത്രമാത്രമാണ് മാറുന്നത് എന്നുള്ള കാര്യത്തിലും കൂടി ഒരു വലിയ പ്രസക്തിയാണ്. അത് നടൻ്റെ ഒരു തീരുമാനത്തെക്കാൾ ഉപരി
കോളിവുഡ് ഇൻഡസ്ട്രി മാറുന്ന ഒരു മാറ്റവും കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിക്കുമ്പോഴേക്കും എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിലേക്ക് വന്നുകൂടാ, ഒരു സ്റ്റാൻഡ് ലോൺ മാത്രമായിട്ട് ഒതുക്കേണ്ട ആവശ്യം എന്താണ് എന്നൊരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ പോയിന്റ്, വിജയ് സിനിമയിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ LCU എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാൻ കഴിയാത്ത, ഈ യൂണിവേഴ്സ് എങ്ങനെ തീർക്കണമെന്ന് അറിയാത്ത ലോകേഷിൻ്റെ ഒരു വലിയ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് LCUയിലേക്ക് കൂലി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. രണ്ട്, ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് നിൽക്കുമ്പോഴേക്കും നിങ്ങളതൊരു സ്റ്റാൻഡ് ലോൺ സിനിമ മാത്രമാക്കി മാറ്റുമോ എന്നൊരു ചോദ്യമാണ്. കാരണം ഇതുപോലൊരു യൂണിവേഴ്സ് സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ കമൽഹാസനും വിജയ് സേതുപതിയും ഫഹദും എല്ലാം നിൽക്കുന്നൊരു യൂണിവേഴ്സ്, അവിടെ വിജയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും വിജയ് തന്നെ അത് മാറ്റി നിർത്തുന്നു. മറുഭാഗത്ത് കാർത്തി, നരയൻ തുടങ്ങിയ താരങ്ങൾ, ഇവരിലേക്ക് ആമിറും സൗബിനും നാഗാർജുനയും പോലുള്ള താരങ്ങളെ പോലും കൺവിൻസ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സ് ബിൽഡിംഗ് എല്ലാം തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലേക്കും കൂടി വരികയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും കൂടി വരികയാണെങ്കിൽ അതൊരു വലിയ ചരിത്രം കൂടിയായിട്ട് മാറുകയാണ്. അത് തട്ടിക്കളയാൻ എന്തായാലും ലോകേഷും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ കൂലിക്ക് ഒരു വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് LCUയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും കൂടി വലിയ രീതിയിൽ തന്നെ മാറ്റാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, പല താരങ്ങളും ഈ സിനിമയിലേക്ക് സമ്മതിച്ചത്, പ്രത്യേകിച്ച് ആമിർ ഇവിടെ ഒരു ക്യാമിയോ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു, നാഗാർജുന വില്ലൻ വേഷത്തിൽ ആദ്യമായി ചെയ്യാമെന്ന് സമ്മതിക്കുന്നു, ഉപേന്ദ്രയെ പോലൊരു താരത്തെ കൊണ്ടുവരുന്നു. ഇവരെല്ലാവരും കൂടി ഒന്ന് കൊളാബറേറ്റ് ചെയ്യുന്നത് രജനീകാന്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്ത പ്രേക്ഷകരായി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. രജനി എന്നൊരു വലിയ ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഇവരുടെ ഭാഗമാകുക, കാരണം ഈ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഒരു ടോക്കാണ്, ഒരു രാജ്യമൊട്ടാകെയുള്ള സംസാര വിഷയമാണ്. അതിലേക്ക് താരങ്ങളെ കൊണ്ടുവരിക, അതിൽ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് വരിക എന്നുള്ളത് തന്നെ അവരുടെ പ്രൊഫൈലിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതും ഒരു വലിയ ഫാക്ടറും കൂടിയാണ്. അപ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ഇൻസൈഡ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്, അതൊന്നും പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് മാത്രമാണ് കൊണ്ടുവരാൻ കഴിയാത്തത്. പക്ഷേ ഒരു വലിയ സാധ്യത, ഏകദേശം ഒരു 80 മുതൽ 90% വരെയുള്ള ഒരു സാധ്യത നമുക്ക് കൽപ്പിക്കാൻ കഴിയുന്നത് രജനി LCUവിൻ്റെ ഭാഗമാവുകയാണ്, കൂലി LCUവിൻ്റെ ഭാഗമാവുകയാണ്. ഈ സിനിമ എല്ലാവരും തന്നെ, കാരണം തമിഴ് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട നടന്മാരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നോ ഡ്രഗ്സ് എന്ന ക്യാമ്പയിനുമായിട്ട് തന്നെ ലോകേഷ് മുന്നോട്ട് വരുമ്പോഴേക്കും അതിൽ രജനിയെ പോലൊരു താരം, പ്രത്യേകിച്ച് രജനി, നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമാ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തി ജീവിതത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നൊരു കാര്യം, അദ്ദേഹം ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തന്നെ പോയി നിൽക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം മരണത്തെ പോലും അതിജീവിച്ചുകൊണ്ടാണ് വീണ്ടും സിനിമകളിലേക്ക് അഭിനയിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുപോലൊരു വ്യക്തിയെ ഇതുപോലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രസക്തിയും വളരെയധികം വലുതാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ടാണ് കൂലി LCUവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനിടയിലും നിർമ്മാതാക്കളുടെ ഇടയിലും ഒരു ടോക്ക് ഉണ്ട്. കാരണം സ്വാഭാവികമായിട്ടും അവർക്ക് ഈ മാർക്കറ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധവും കൂടിയാണ് ഈ സിനിമ LCUവിലാണെങ്കിൽ. കാരണം കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ഇപ്പോൾ രജനി ആരാധകരല്ലാത്തവർ പോലും LCU ആരാധകരാണെങ്കിൽ അവർ ഈ സിനിമ കാണാൻ വേണ്ടി എത്തും. അങ്ങനെ ഒരുപാട് നമ്മൾ കൂട്ടിയും കിഴിച്ചും കണക്കുകളും പ്രോബബിലിറ്റിയും ഒക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും ഒരു വലിയ സാധ്യതയാണ് ഈ സിനിമ LCUവിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത്. സോ എന്തായാലും ഓഗസ്റ്റ് 14 ചിത്രം റിലീസിനെത്തുകയാണ്. അതുവരെ കാത്തിരിക്കണം.